ഏത് സമയത്ത് പഠിച്ചാലാണ് സാറേ എനിക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുക? ഏത് സമയത്ത് പഠിച്ചാലാണ് സാറേ നമ്മുടെ തലയിൽ കയറുക? ഏത് സമയമാണ് സാറേ പഠിക്കാൻ ഏറ്റവും നല്ലത്? ഈ ഒരു ചോദ്യം എൻ്റെ nafi.edupote എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് തുരതുരാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമാണ് പഠിക്കാൻ നല്ലതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആർക്കൊക്കെ ഈ ഒരു ഡൗട്ട് ഉണ്ടോ അവർക്കൊക്കെ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് നിങ്ങൾ 3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. 1, നിങ്ങൾ ആഴ്ചയിൽ എത്ര ദിവസം പഠിക്കാൻ എടുക്കുന്നുണ്ട്? 2, ആഴ്ചയിൽ നിങ്ങൾ ഓരോ ദിവസം പഠിക്കുമ്പോഴും എത്ര സമയം വെച്ച് പഠിക്കുന്നുണ്ട്? 3, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെ? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എവരിവൺ ഈസ് യൂണിക്. എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ സമയത്ത് പഠിച്ചാലാണ് തലയിൽ കയറുക. അപ്പോൾ ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ രാവിലെ പഠിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ചില ആൾക്കാർ രാത്രി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിഫറൻസ് ആണ് അല്ലേ? അതൊരുത്തർ ഡിപ്പെൻസ് ആണ്. ആളുകൾക്കനുസരിച്ച് എന്ത് ചെയ്യും? ആ സമയത്തിൽ മാറ്റം വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അറിയാം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ 2 സമയത്തൊന്ന് പഠിച്ചു നോക്കുക. ഒന്ന്, നിങ്ങൾ രാവിലെ 6 മണി മുതൽ 8 മണി വരെ മൺഡേ ടു വെനസ്ഡേ, തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള സമയത്ത് രാവിലെ 6 മുതൽ 8 വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്ന് പഠിച്ചു നോക്കുന്നു. അപ്പോൾ മൺഡേ ടു വെനസ്ഡേ, തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? രാവിലെ 6 മുതൽ 8 വരെ നിങ്ങൾക്ക് ഏറ്റവും ടഫായുള്ള വിഷയങ്ങളൊന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ തേഴ്സ്ഡേ ടു സാറ്റർഡേ, വ്യാഴം മുതൽ ശനി വരെയുള്ള സമയത്ത് ഈവനിങ് 7 to 9:30, വൈകിട്ട് 7 മുതൽ 9:30 വരെ ഒന്ന് പഠിച്ചു നോക്കുക. ഈ 2 സമയത്ത് നിങ്ങൾ ടഫായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മൺഡേ ടു വെനസ്ഡേ, തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള സമയത്ത് രാവിലെ 6 മുതൽ 8 വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു നോക്കുക. ഇനി തേഴ്സ്ഡേ ടു സാറ്റർഡേ, വ്യാഴം മുതൽ ശനി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ ഏത് ദിവസം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക്, ഏത് സമയം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നത്? രാവിലെയാണോ രാത്രിയാണോ? അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു 1 വീക്ക് ഇത് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം കേട്ടോ. ഒരു 1 വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഫോളോ ചെയ്യുക. ഇതൊരു 1 വീക്ക്, ആദ്യത്തെ 3 ദിവസം നിങ്ങൾ രാവിലെ പഠിക്കുന്നു, അടുത്ത 3 ദിവസം നിങ്ങൾ രാത്രി പഠിക്കുന്നു. ഇതിൽ ഏത് സമയം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നന്നായിട്ട് തലയിൽ കയറുന്നത്? ഏത് സമയം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നത്? ഏത് സമയം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നത്? ആ സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ഏറ്റവും നല്ല സമയം. അപ്പോൾ നിങ്ങൾ ഏത് സമയത്താണോ, ഇത് രാവിലെ പഠിക്കുമ്പോഴാണോ രാത്രി പഠിക്കുമ്പോഴാണോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ആഴ്ച ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ 1 വീക്ക് എന്ത് ചെയ്യുക? ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ ഏത് സമയം പഠിക്കുമ്പോഴാണോ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്, അതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി ടൈം. അപ്പോൾ ചില ആളുകൾക്ക് എന്തായിരിക്കും? രാവിലെ ആയിരിക്കും, ചില ആളുകൾക്ക് എന്തായിരിക്കും? രാത്രി ആയിരിക്കും. അത് ആളുകൾക്കനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് സമയത്ത് പഠിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നത്, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു യു ഫോർ സ്റ്റഡിങ്. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക? ഉഷാറായിട്ട് പഠിക്കുക. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക? സൂപ്പറായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മികച്ച മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ടൈമാണോ നിങ്ങൾക്ക് അടിപൊളി, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 1 വീക്ക് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം nafi.edupote എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് അയക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി ടിപ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എക്സ്ട്രാ ആയിട്ട് വേറെ സ്റ്റഡി ടിപ്പ് വേണമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.